الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المسلمون أوصيكم ونفسي بتقوى الله ففيها العون والنصرة والنجاة والنجاة والفلاح. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് അതിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുന്ന സ്വഹാബികൾ ആ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: സ്വഭാവം കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും അമലുസ്വാലിഹാത്തുകൾ കൊണ്ടും എല്ലാം ധന്യമാക്കിയ ഒരു സാഹചര്യത്തിലാണ് അയാൾ മരണപ്പെടുകയും അയാളുടെ മയ്യത്തിനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന്. ആ ഒരു സംസാരം കേട്ടുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു: ആ മയ്യത്തിന് നല്ലത് സംഭവിച്ചിരിക്കുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും അടുത്തുകൂടി മറ്റൊരു മയ്യത്ത് കൂടി കൊണ്ടുപോയി. ആ ഒരു സന്ദർഭത്തിൽ സ്വഹാബ കിറാമുകൾ പറഞ്ഞു: അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അയാളുടെ സംസാരം, അയാളുടെ ജീവിതം, അയാളുടെ കർമ്മങ്ങൾ എല്ലാം മോശമായിരുന്നു, ജനങ്ങൾക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്നതായിരുന്നു. ആ മനുഷ്യന്റെ മയ്യത്ത് വളരെ മോശമാണ് എന്ന്. ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രവാചകൻ പറഞ്ഞു: ആ മനുഷ്യന് നരകം സംജാതമായിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതിൽ ഏത് മയ്യത്താവാനാണ് ഞാനും നിങ്ങളും ജീവിതം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, വിശ്വാസപരമായ നിലപാടുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നതും? അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും അടുപ്പവും സ്വർഗവും നേടിയെടുക്കാൻ സാധ്യമാകുന്ന നല്ല ഒരു മരണമാണ്. അതിന് കാരണമാകുന്ന ജീവിതത്തിൽ എടുക്കേണ്ട നിലപാടുകളും അമലുസ്വാലിഹാത്തുകളും മറ്റു ഇതര പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്:
മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമഅത്തി ഔ ലൈലത്തുൽ ജുമഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബരി. നമുക്കറിയാം, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ചയുടെ രാത്രി തുടങ്ങുകയാണ്. ആ സമയം മുതൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തിനിടക്ക് വെച്ചുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള മുസ്ലിമായ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് സംരക്ഷണം നൽകും. നമ്മുടെ തൗഹീദും ഒക്കെയാണ്, നമ്മുടെ അമലുസ്വാലിഹാത്തുകൾ ഒക്കെയാണ്. എങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന മരണങ്ങൾ നല്ല മരണമാണ്. ഇനി രണ്ടാമതായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹുവിൽ നിന്നും ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ആ പറയുന്നതോടുകൂടി അയാൾ മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, വമൻ സ്വാമ യൗമ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചു, ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിന്റെ വജ്ഹിനെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുകയും ചെയ്തു, എങ്കിൽ ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. ആ നോമ്പ് അനുഷ്ഠിക്കുന്നവനായി അയാൾ മരണപ്പെട്ടു എങ്കിൽ അയാളെയും അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, വമൻ തസദ്ദഖ ബിസ്സദഖത്തിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളമായി സ്വദഖാത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയും ഖുതിമ ലഹു, ആ സ്വദഖകൾ നൽകുന്നതിനിടയിൽ അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു, എങ്കിൽ ബിഹാ ദഖലൽ ജന്ന. ആ മനുഷ്യനെയും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഖാതല ഫീ സബീലില്ലാഹ്. ആരാണോ മുസ്ലിമായി കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത്, ഏത് രൂപത്തിൽ? ഒരു ഒട്ടകത്തിൽ നിന്നും പാല് കറന്നെടുക്കുന്ന സമയം, ആ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നത്. ആ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് അയാൾ മരണപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത് എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, അയാളുടെ മേൽ സ്വർഗം നിർബന്ധമാക്കപ്പെട്ടു എന്ന. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായും നല്ല ഒരു മരണം ആ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുപോലെ തന്നെ നല്ലൊരു മരണം ലഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ഒരാൾ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം അത് തട്ടിയെടുക്കാൻ, കവർന്നെടുക്കാൻ വേണ്ടി വരുന്നു. ആ കവർന്നെടുക്കാൻ വരുന്ന ആളുമായി നമ്മൾ ഏറ്റുമുട്ടുന്നു. ആ ഏറ്റുമുട്ടലിൽ നമ്മൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ പ്രവാചകൻ പറഞ്ഞത് ഫഹുവ ഷഹീദ്. അയാളുടെ വിശ്വാസം ശരിയാണെങ്കിൽ അവൻ ഷഹീദാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വമൻ ഖുതില ദൂന അഹ്ലിഹി. ഒരാൾ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഫഹുവ ഷഹീദ്. അയാൾ ഷഹീദാണ്. ആറാമത്തെ നല്ലൊരു മരണം ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞത്, മൻ ഖുതില ദൂന ദീനിഹി. ഒരാൾ തന്റെ മതപരമായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും അമൽസ്വാലിഹാത്തുകളും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളുമായി പോരാട്ടം നടത്തുന്നു. അതിനിടയിൽ തന്റെ ദീന് സംരക്ഷിക്കുന്നതിനിടയിൽ
അയാൾ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഷഹീദ്, അയാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവനാണെന്ന്, നല്ല മരണം നേടിയവനാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഏഴാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീനി വൽ യതീം കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി, മിസ്കീനുകളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, യതീമുകളായ അനാഥരായ ആളുകളെ പരിചരിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നു. ഈ മൂന്ന് വിഭാഗം ആളുകളുടെ നന്മക്ക് വേണ്ടി അയാൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അയാളും ഷഹീദാണ്. അയാൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നാട്ടിൽ, കുടുംബത്തിൽ എത്ര സഹോദരിമാർ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിന്റെ കലയുടെ ഭാഗമായി കൊണ്ട് വിധവകളായി ജീവിക്കുന്നുണ്ട്. അവർക്കൊരു ജീവിതം വേണ്ടേ? അവരുടെ ശാരീരികമായ, മാനസികമായ, ദീനിയായ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇനി ഷഹീദാകാൻ പ്രതിഫലം ലഭിക്കുന്ന 7 രൂപത്തിലുള്ള മരണങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളതാണ്, ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയെ കൂടാതെ 7 വിഭാഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് പ്ലേഗ് ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടവൻ, അതുപോലെ തന്നെ മുങ്ങി മരണപ്പെട്ട മനുഷ്യൻ, അതുപോലെ തന്നെ പ്ലൂരിസി അഥവാ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം. അത്തരത്തിലുള്ള രോഗം കൊണ്ട് മരണപ്പെടുന്ന ആളുകൾ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്നവരാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ വയറ് സംബന്ധമായ അൾസർ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന ആളുകളും ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്നവരാണ്. അതുപോലെ തന്നെ തീ പൊള്ളലേറ്റുകൊണ്ട് മരണപ്പെടുന്നവർ, അതുപോലെ തന്നെ കെട്ടിടം തകർന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അറിയാത്ത രൂപത്തിൽ താഴെ വീണുകൊണ്ട് മരണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർക്കും ഷഹീദിന്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഗർഭവസ്ഥ ശിശു മൂലം മരണമടയുന്ന സഹോദരിമാർ എങ്കിൽ ആ സഹോദരിയും ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് റിബാത്ത് യൗമിൻ വലൈലത്തിൻ ഖൈറും മിൻ സിയാമിൻ ഷഹ്രിൻ വഖിയാമിഹി വഇൻ മാത ജറ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹു വഅജ്രിയ അലൈഹി റിസ്ഖുഹു വആമിൻ ഫത്താൻ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു രാവും ഒരു പകലും അതിർത്തിയിൽ കാവൽ നിൽക്കലാണ് 1 മാസത്തെ നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ കാവൽ നിൽക്കുന്നതിനിടയിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ അയാൾക്ക് തുടർന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ ഉപജീവനം അയാൾക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അയാളുടെ ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു നിർഭയത്വം നൽകുകയും ചെയ്യുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നല്ല ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള ചില കാരണങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 6 ഗുണങ്ങളെ കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത്, അയാളുടെ രക്തം ഭൂമിയിൽ ഇറ്റി വീഴുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കും. 2, അയാൾക്ക് സ്വർഗത്തിൽ ലഭിക്കാനുള്ള ദറജ, സ്ഥാനം ഏതാണെന്ന് അയാളുടെ മുമ്പിൽ കാണിക്കപ്പെടുകയും ചെയ്യും. 3, ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സംരക്ഷണം നൽകും. 4, അയാൾ അനുഭവിക്കാനിരിക്കുന്ന ബർസഖിയായ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഭീതിയിൽ നിന്നും അള്ളാഹു അയാൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. 5, ഈമാനിന്റെ പുടവകൾ, വസ്ത്രങ്ങൾ അയാൾക്ക് അള്ളാഹു അണിയിച്ചു കൊടുക്കുകയും ചെയ്യും.
അടുത്തതായി പ്രവാചകൻ പറഞ്ഞത് സ്വർഗീയമായ തരുണീ മണികളിൽ നിന്നും വിവാഹം ചെയ്യാനുള്ള അനുവാദം അള്ളാഹു നൽകും. അടുത്തതായി പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കുടുംബത്തിൽപ്പെട്ട 70 പേർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം ആ മനുഷ്യന് അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രൂപത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുകയും അതിനു വേണ്ട കഠിനാധ്വാനം ജീവിതത്തിൽ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ മരണം. അതിന് 4 ദിക്റുകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വകാന യഖൂൽ മൻ ഖാലഹ ഫീ മർദിഹി. ഒരാൾ രോഗിയായിരിക്കും, അത് ചെറുതോ വലുതോ ഏത് രൂപത്തിലുള്ള രോഗമാണെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ ഈ 4 ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ സുമ്മമാത്ത, എന്നിട്ട് അയാൾ മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി ബുറൈദ് ബിൻ ഹുസൈൽ ബിൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഖുറാസാനിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഖുറാസാനിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് രോഗിയാണെന്ന് അറിഞ്ഞു. അപ്പൊ ആ രോഗിയായ സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു സന്ദർഭത്തിലാണ് ഇയാളെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിലൊക്കെ വിയർപ്പിന്റെ തുള്ളികൾ ധാരാളമായി ഇങ്ങനെ കാണപ്പെടുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ ബുറൈദ് റളിയല്ലാഹു അൻഹു ആ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യനോട് പറയുകയാണ്, അല്ലാഹു അക്ബർ, സമിഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹു എത്ര വലിയവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു, മൗത്തുൽ മുഅ്മിൻ ബിഅറഖിൽ ജബീൻ, മുഅ്മിനിന്റെ മരണം നെറ്റിത്തടം വിയർപ്പ് കൊണ്ടായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ നാട്ടില് ചില നല്ല മരണങ്ങളുടെ അടയാളമായിക്കൊണ്ട് പല കാരണങ്ങളും പറയാറുണ്ട്. ഇപ്പൊ മഹാനായ ഷേഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ചോദിക്കുകയാണ്, മയ്യത്തിനെ മറമാടുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഒരിക്കലുമില്ല, അങ്ങനെ ഒരു ശ്രേഷ്ഠതയും വന്നിട്ടില്ല. അത് നല്ല മരണത്തിന്റെ അടയാളവുമല്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും. അത് ചിലപ്പോൾ മറമാടുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തായിരിക്കും. അപ്പൊ മറമാടുന്ന സമയത്ത് മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ മരണം നല്ലതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായിട്ടുള്ള ലജ്നത്ത് ദായിമയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, മയ്യത്തിനെ മറമാടുന്ന സമയത്ത് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകുന്നതോ മഴ പെയ്യുന്നതോ മയ്യത്തിന് വേണ്ടിയുള്ള ഖബർ എളുപ്പത്തിൽ കുഴിക്കാൻ കഴിയുന്നതോ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പറയാൻ മതപരമായ തെളിവുള്ളതായി നമുക്കറിയുകയില്ല. അത് അടിസ്ഥാനപരമായി തെറ്റ് തന്നെയാണ്. ആ രൂപത്തിൽ നല്ല മരണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ആദർശപരമായ നിലപാടുകളും അമലുസ്വാലിഹാത്തുകളും സ്വലാത്തുകളും സ്വദഖാത്തുകളും ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ പ്രിയപ്പെട്ട ആദർശ സഹോദരനും പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹത്തിന്റെ 15 വയസ്സുള്ള മകൻ ഹനീൻ അബ്ദുസ്സമദ് റിയാദിലെ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹനീൻ അബ്ദുസ്സമദ് എന്ന ആ പൊന്നുമോന്റെ
എല്ലാവിധ ശാരീരികമായ മാനസികമായ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. ആ പൊന്നുമോന്റെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗവും നീ പൂർണ്ണമായ രീതിയിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصر على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.